एक बार मेरे भाइयों बहनों, आप विकासवाद को वोट कीजिए, विकासवाद को वोट कीजिए. മോദി തരംഗം അവസാനിക്കുന്നു. മാധ്യമങ്ങൾ മോദിക്കെതിരെ തിരിയുന്നുവോ? കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയിലെയും ലോകത്തെയും രാഷ്ട്രീയ നിരീക്ഷകർ സസൂക്ഷ്മം നോക്കിയത് നരേന്ദ്രമോദി എന്ന നേതാവിനെയാണ്. നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് മാജിക്കിനെയാണ്. ഒരു ചായ വിൽപ്പനക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ എന്ന് കോൺഗ്രസുകാരനായ മണിശങ്കർ അയ്യർ വെറുതെ പറഞ്ഞൊരു വാക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ഭൂമികുലുക്കം ചെറുതല്ല. മണിശങ്കർ അയ്യർ എന്ന കോൺഗ്രസുകാരന്റെ മാടമ്പി വർത്തമാനം 2014 നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ ടീം ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെയാക്കി മാറ്റി. റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ കുട്ടിക്കാല കഥകൾ പറഞ്ഞ മോദി ജനങ്ങളെ കയ്യിലെടുത്തു. 2014ലും 2019ലും മോദിക്ക് വേണ്ടി ഒരു സോഷ്യൽ മീഡിയ ഫാക്ടറി തന്നെ പ്രവർത്തിച്ചു. 2024ലെ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സന്നാഹങ്ങളോടെയാണ് മോദിയുടെ സോഷ്യൽ മീഡിയ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. വാർത്താ ചാനലുകൾക്ക് നൽകുന്ന അഭിമുഖങ്ങൾ പോലും ക്യാമറയിൽ പകർത്തുന്നതും എഡിറ്റ് ചെയ്യുന്നതും വരെ പ്രധാനമന്ത്രിയുടെ ഈ ടീമാണ്. പക്ഷെ ഇതൊന്നും ഇത്തവണ അത്ര തരംഗം സൃഷ്ടിക്കുന്നില്ല എന്നതാണ് റിപ്പോർട്ട്. പകരം മോദിയെ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾക്കും റീൽസുകൾക്കുമാണ് കൂടുതൽ ആരാധകർ. 3 ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ 2014ലും 2019ലും കണ്ടതുപോലെ സോഷ്യൽ മീഡിയയിലും പുറത്തും മോദി തരംഗത്തിന് അത്ര തീവ്രത പോരാ. നരേന്ദ്രമോദിയുടെ ശരീരഭാഷ പരിശോധിച്ചാലും ആത്മവിശ്വാസക്കുറവ് പ്രകടമെന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നു. നരേന്ദ്രമോദി പറയുന്ന വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായി സോഷ്യൽ മീഡിയയിൽ യുവാക്കൾ പൊളിച്ചടുക്കുകയാണ്. ധ്രുവ് റാഠിയെ പോലുള്ള മോദി വിമർശകരായ പുതിയകാല യുവാക്കളുടെ സോഷ്യൽ മീഡിയ പേജുകൾ പിന്തുടരുന്നത് കോടിക്കണക്കിന് ആളുകളാണ്. രവീഷ് കുമാറിനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ വിമർശനങ്ങളും മോദി ആരാധകരെക്കാൾ കൂടുതൽ പേർ ലൈക്ക് ചെയ്യുന്നു. പാവപ്പെട്ടവന്റെ സ്വത്തുകൾ പിടിച്ചെടുത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകാൻ പോവുകയാണെന്ന് രാജസ്ഥാനിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചു. ഓരോ കുടുംബത്തിലെയും സ്ത്രീകളുടെ താലിമാല കോൺഗ്രസ് പിടിച്ചെടുക്കും, ഒരു വീടുണ്ടെങ്കിൽ ആ വീട് പിടിച്ചെടുക്കും, വോട്ട് ജിഹാദ് വേണോ രാമരാജ്യം വേണോ, അങ്ങനെ മോദി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിമിഷങ്ങൾ കൊണ്ടാണ് മോദി പറഞ്ഞതെല്ലാം കളവാണെന്ന് സോഷ്യൽ മീഡിയ വിധി എഴുതിയത്. 2014ലും 2019ലും അധികാരത്തിലേറാൻ മോദിയെ സഹായിച്ച അതേ സോഷ്യൽ മീഡിയ തന്നെ ഇത്തവണ തിരിഞ്ഞു കൊത്തുകയാണെന്ന് തോന്നിപ്പോകും. മോദിക്ക് വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദിയിലെ പ്രബല ചാനലായ സി ന്യൂസ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ മോദി ഭക്തി സി ന്യൂസിനില്ല. മോദിയുടെ അടുപ്പക്കാരെ എല്ലാം അടുത്ത കാലത്ത് സി ന്യൂസ് പറഞ്ഞു വിട്ടു. ആജ് തക്ക് പോലുള്ള ഹിന്ദി ചാനലുകളിലും മോദി മാനി അല്പം കുറഞ്ഞതായി കാണാം. വർഗീയതയും ഹിന്ദുത്വവും അയോധ്യയും ഒപ്പം കോൺഗ്രസിനെ രാജ്യദ്രോഹി പാർട്ടി എന്ന് വിളിക്കുന്ന മോദിയോട് കഴിഞ്ഞ 10 വർഷം ചെയ്തത് പറയൂ എന്നാണ് സോഷ്യൽ മീഡിയ നിലവിൽ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഗോദി മീഡിയ എന്ന് വിളിക്ക് കാരണമായിട്ടുള്ള ദേശീയ തലത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാകാം? മോദി ആവേശം പതുക്കെ പതുക്കെ താഴോട്ടെന്ന സൂചനയായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുകയാണെന്നാണെങ്കിലും തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഇപ്പോൾ